ഓയ് ഓയ്. വെൽക്കം ടു അനദർ റൈഡ് ഓഫ് വിക്രൂസ് ടെക്. ഇന്ന് നമ്മൾ പോകുന്നത് ഊട്ടിയുടെ ഷോളൂർ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു പ്ലേസിലോട്ടാണ്. നല്ല തിങ്ങി നിറഞ്ഞ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇടയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. പരുതിയും നരേഷുമാണ് എൻ്റെ കൂടെ ഇന്ന് ഈ യാത്രയിലുള്ളത്. പോകുന്ന വഴിയും അതുപോലെ തന്നെ കാണുന്ന കാഴ്ചകളും വളരെ സുന്ദരമാണ്. ഊട്ടിയുടെ അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഈ ഷോളൂർ വ്യൂ പോയിൻ്റ്. തമിഴ്നാട്ടിലെ ഊട്ടിക്ക് സമീപമുള്ള ഷോളൂർ വ്യൂ പോയിൻ്റ് നീലഗിരി കുന്നുകളുടെയും താഴ്വരകളുടെയും മസിനഗുഡിയിലേക്കുള്ള വളഞ്ഞു പോകുന്ന റോഡിൻ്റെയും മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു മനോഹരവും അത്ര അറിയപ്പെടാത്തതുമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പ്രകൃതി ആസ്വദിക്കുന്നതിനും ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിനും പിക്നിക്കുകൾ നടത്തുന്നതിനും ശാന്തമായ അന്തരീക്ഷവും പക്ഷി നിരീക്ഷണത്തിനുള്ള അവസരങ്ങളും ഇവിടെയുണ്ട്. പ്രവേശന റോഡ് ഇടുങ്ങിയതും കുത്തനെയുള്ളതാകാമെന്നും പൊതു വിശ്രമമുറികൾ ലഭ്യമല്ല എന്നുള്ളതും സന്ദർശകർ അറിഞ്ഞിരിക്കണം. നമ്മളിതുവഴി കടന്നു പോകുമ്പോൾ അവിടെയുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളും നടക്കുന്നുണ്ട്. ഊട്ടിയിലെ തേയിലത്തോട്ടങ്ങൾ ആകർഷകമായ കാഴ്ചകൾ നൽകുന്നു. പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണിവ. ഇവിടെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നടക്കാനും ദൊഡ്ഡബെഡയ്ക്ക് സമീപമുള്ള ടീ എസ്റ്റേറ്റ് വ്യൂ പോയിന്റിൽ നിന്ന് മനോഹരമായ കാഴ്ചകൾ കാണാനും സാധിക്കും. ഇവിടെ തേയില ഉൽപ്പാദന പ്രക്രിയയെക്കുറിച്ച് അറിയാനും തേയില ഫാക്ടറികൾ സന്ദർശിക്കാനും നമുക്ക് സാധിക്കും. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഊട്ടിയിലെ തേയിലത്തോട്ടങ്ങൾ ഒരു മികച്ച സ്ഥലമാണ്. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത മയക്കുന്നതാണ്. തേയില കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും ഉൽപ്പാദനത്തെക്കുറിച്ചും കൂടുതൽ അറിയാനുള്ള അവസരം ലഭിക്കുന്നു ഇവിടെ ഹോട്ടലുകളും റിസോർട്ടുകളും തേയിലത്തോട്ടങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ താമസം ആസ്വദിക്കാം. അതുപോലെ തന്നെ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ബൈക്ക് ഓടിച്ചു പോകുന്നത് ഒരു മാരകമായ എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. അങ്ങനെ നല്ല റോഡുകൾ അവസാനിച്ചു. നമ്മൾ ഏകദേശം ഷോളൂർ വ്യൂ പോയിന്റിലേക്ക് എത്തുകയാണ്. റോഡ് മോശമായ അവസ്ഥയിലാണ്. മലയോര പ്രദേശമായതിനാൽ അവിടെ റോഡ് ടാർ ചെയ്യാൻ സാധിക്കുകയില്ല. സോ നല്ല ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളീ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ മാജിക്കൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഷോളൂർ വ്യൂ പോയിൻ്റ്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പച്ചപ്പിൻ്റെ നാട് മനുഷ്യ മനസ്സിന് എപ്പോഴും പുതുമയും ശാന്തതയും നൽകുന്ന ഒരിടമാണ്. മേഘങ്ങൾ തഴുകി കടന്നു പോകുന്ന മുകളിലും പുഴകളും പൊലിയുന്ന താഴ്വരകളും പലയിനം സസ്യജാലങ്ങളും ജീവജാലങ്ങൾക്കും അത്ഭുതകരമായ ആവാസ വ്യവസ്ഥയാണ് ഈ മലനിരകൾ നൽകുന്നത്. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഏകദേശം കുറച്ച് കയ്യിലെണ്ണാവുന്ന ടൂറിസ്റ്റുകൾ മാത്രമേ അവിടെയുള്ളൂ. നിങ്ങളീ മുന്നിൽ കാണുന്നതാണ് അതിൻ്റെ വ്യൂ പോയിൻ്റ് ഷട്ടർ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി പ്രകൃതി ഭംഗി ആസ്വദിച്ച് ബൈക്കൊക്കെ ഒതുക്കി കുറച്ച് നടക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നരേഷും പരിധിയും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ താഴെ ഒരു എക്സ്പൾസ് ഇരിക്കുന്നതായിട്ട് കണ്ടു. സോ ബൈക്ക് ഇറങ്ങുന്ന സ്ഥലമാണെങ്കിൽ നമുക്കും നമ്മുടെ ബൈക്ക് ഇറക്കാമല്ലോ.
ഇത്രയും സ്റ്റീപ്പാണെന്ന് ഉണ്ടെങ്കിലും നമ്മുടെ ബൈക്ക് ഒരു ചെറിയ ഓഫ് റോഡറൊക്കെ ആണല്ലോ. സോ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് താഴോട്ട് ഇറക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒട്ടും താമസിച്ചില്ല, ഡിസിഷൻ അങ്ങ് നമ്മൾ പ്രാവർത്തികമാക്കി. അപ്പോൾ ഫ്രണ്ടിൽ നരേഷ് പോകുന്നുണ്ട്, ബാക്കിൽ പരിധി, ഏറ്റവും ബാക്കിലായിട്ട് ഞാൻ. നരേഷ് വരുന്നത് എൻഫീൽഡിലാണ്, പരിധി വരുന്നത് MT 150ലാണ്, ഞാൻ എൻ്റെ ട്രയംഫ് സ്ക്രാംബ്ലറിലാണ്. അപ്പോൾ സ്ക്രാംബ്ലർ ഒരു ചെറിയ ഓഫ് റോഡർ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു അല്പം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങി തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു ഭയം തോന്നി തുടങ്ങി. കാരണം അത്ര സ്റ്റീപ്പാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല സ്റ്റീപ്പാണ് ഇവിടുന്ന് അങ്ങോട്ട്. പരിധിക്ക് നല്ല പേടിയായി തുടങ്ങി. പരിധി പറയുന്നുണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, നരേഷ് പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നരേഷ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് നരേഷ് എത്തിയിരിക്കുകയാണ്. പരിധി എന്നെ മാറി മാറി നോക്കുന്നുണ്ട്. അവൻ്റെ ഗ്ലൗസൊക്കെ തറയെ വീണു, അവൻ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രിപ്പ് കിട്ടാത്ത രീതിയിലാണ് അവൻ പോകുന്നത്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ബാലൻസ് തെറ്റി അവൻ അവിടെ വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ തൊട്ടടുത്തുനിന്ന് വരുന്ന ഒരാൾ അത് കണ്ട് അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി. പ്രധാനമായിട്ടുള്ള പ്രശ്നം അവൻ്റെ ഫ്രണ്ട് ടയർ ഫുള്ള് തേഞ്ഞ് തീർന്ന് മുട്ട തന്നെ ആയിരുന്നു. അപ്പോൾ അതൊരു പ്രശ്നം തന്നെ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, റോയൽ എൻഫീൽഡ്, നമുക്ക് ഹിമാലയൻ പോലത്തെ ബൈക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനത്തെ ഓഫ് റോഡൊക്കെ ചുമ്മാ കയറി പോവാം. അങ്ങനെ നരേഷ് അവിടുന്ന് എങ്ങനെയൊക്കെ വണ്ടി തിരിച്ച് ബാക്കിലോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് അവൻ നമ്മളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അവന് പറ്റുന്നില്ല, അത് ടയർ ഫുള്ള് മുട്ടയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വലിയ ബുദ്ധിമുട്ടായി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പരിധി എങ്ങനെയൊക്കെയോ അവൻ്റെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തു. പക്ഷേ എനിക്ക് ഇനി എങ്ങനെ പോകും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കോൺഫിഡൻസ് കുറവിലൂടെ ഞാൻ അതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അവൻ വഴി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ആദ്യത്തെ ഓഫ് റോഡിങ് ആണ് ഇത്. ഞാൻ അങ്ങനെ ഓഫ് റോഡിങ് ഒന്നും സ്ഥിരം ചെയ്യുന്ന ആളൊന്നുമല്ല, ഒരു നോർമലായിട്ടുള്ള ഒരു റോഡെന്ന് വിചാരിച്ച് പോയി ഇറങ്ങിയതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ബാലൻസ് ചെറിയ രീതിയിൽ പോകുന്നുണ്ട്. ബാലൻസ് പോകുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് പേടി തന്നെയാണ്. അങ്ങനെ കുറച്ച് പോയി അവൻ വഴി കാണിച്ചു തരുന്നുണ്ട്. എന്നാലും കുറച്ച് പാറയൊക്കെ അടുങ്ങിയ വഴിയാണ്. അപ്പോൾ അവൻ വഴി കാണിച്ചു തരുന്നുണ്ട്, ഇതിലേ കൂടെ പോയാൽ മതി. ഇപ്പോൾ പിന്നെ അവിടുത്തെ ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അവിടെ കാണാമെന്ന ആൾക്കാരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇതിലേ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരു സ്ട്രഗിളായിരുന്നു. ഇത് നമ്മൾ സൂക്ഷിച്ചിറക്കിയില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അവിടെ തന്നെ ഒരു വലിയ പാറയുണ്ട്. ആ പാറ എൻജിൻ്റെ അടിയിൽ തട്ടിയിട്ട് അതിന് കുറച്ച് പ്രശ്നമാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് കൊണ്ട് ഇറക്കുന്നത്. വലിയൊരു പ്രശ്നത്തിലോട്ട് പോവേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി. പക്ഷേ ഭയങ്കര സ്ലിപ്പറിയാണ്, ഒരുപാട് ഗ്രാവൽസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഈ ഒരു സ്ഥലവും എനിക്ക് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നി. കുറച്ച് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു, എൻ്റെ കാല് ചെറിയൊരു ബാലൻസ് അവിടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എങ്ങനെയൊക്കെയോ ഞാൻ താഴെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു.
ഇനി തിരിച്ചു കയറാനുള്ള തന്ത്രപ്പാടാണ്. തിരിച്ചും ഞാൻ നരേഷിനെയും പരിചയം ഫ്രണ്ടിലോട്ട് വിട്ടു. അവർ മുന്നിലോട്ട് പോയിട്ട് വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇറങ്ങിയതിൻ്റെ അത്ര ഒരു പെയിൻ എനിക്ക് കയറിയപ്പോൾ തോന്നിയില്ല. കയറിയപ്പോൾ ഞാൻ അല്പം കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ ഗ്ലൗസൊക്കെ ഒന്ന് ഊരി മാറ്റി എനിക്കൊരു ഗ്രിപ്പ് കിട്ടാനായിട്ട്. പക്ഷെ എന്നാലും ഞാനൊരു ചെറിയ കോൺഫിഡൻസിലായിരുന്നു എനിക്ക് കയറാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ വരെയാണ് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്. അതിനുശേഷം എനിക്ക് ഒരുവിധം ഒരു ആംഗിളൊക്കെ കിട്ടി. എങ്ങനെ എണീറ്റ് നിന്നിട്ട് ഞാൻ ബാക്കിലോട്ട് ചെറിയ വെയിറ്റ് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ കയറ്റുന്നുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഇവിടുന്ന് അങ്ങോട്ട് സിമ്പിളായിട്ട് ഞാൻ കയറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ദൈവം സഹായിച്ച് ഞങ്ങൾ മേളിലെത്തി. അല്പം ഓവർ കോൺഫിഡൻസ് കാണിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ നമുക്ക് നന്നായിട്ട് ഓടിക്കാവുന്നെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ റൈഡ് ഏകദേശം അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇനിയും ഇതുപോലെ മലനിരകൾ കാണാനായിട്ട് ഊട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ ഒരുപാട് വീഡിയോയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാട്ടായിട്ട് ഓരോ സ്ഥലങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി വീഡിയോ കാണാനായിട്ടും എൻ്റെ ചാനലിനെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക് ആൻഡ് ബ്ലോഗ്സ്.